മുനിസിപ്പൽ കൗൺസിലർ സ്വന്തം പണം മുടക്കി വഴിവിളക്കുകൾ പ്രകാശിപ്പിച്ചു. തൊടുപുഴ നഗരസഭയിലെ 5ാം വാർഡ് കൗൺസിലർ നിധി മനോജാണ് നഗരസഭയിൽ നിന്നുള്ള വഴിവിളക്കുകൾ നന്നാക്കുന്നതിനുള്ള നടപടികൾ വൈകുന്നതിനെ തുടർന്ന് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത്. പലയിടങ്ങളിലും കുറുവാ സംഘം ഇറങ്ങിയെന്ന പ്രചരണം ജനങ്ങളിൽ ഭയം ഉളവാക്കിയതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു തീരുമാനം കൗൺസിലർ എടുത്തത്. മണ്ഡലകാലമായതിനാൽ രാവിലെയും വൈകുന്നേരവും ക്ഷേത്രങ്ങളിൽ പോകുന്നവരുടെ സുരക്ഷയെ കരുതിയുമാണ് വഴിവിളക്കുകൾ പ്രകാശിപ്പിച്ചത്. ലൈറ്റുകൾ, തെരുവ് വിളക്കുകൾ മുഴുവൻ കണ്ണടച്ചിട്ട് നാളുകളേറെയായി. അപ്പോൾ അതിൻ്റെയോടനുബന്ധിച്ച് ഇപ്പോൾ ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ വരുന്നു. മുനിസിപ്പാലിറ്റിയുടെ ടെൻഡർ നടപടികളൊക്കെ വരുമ്പോഴേക്കും 2 മാസത്തോളം താമസം വരും. അതുകൊണ്ട് നമ്മുടെ വാർഡിൽ എല്ലാ ലൈറ്റുകളും ഞാൻ എൻ്റെ സ്വന്തം ചെലവിൽ ബൾബുകൾ, LED ബൾബുകൾ വാർഡിൽ ഇടുകയാണ്. വാർഡ് നോക്കുന്നില്ല, എല്ലാ സൈഡുകളിലും മുനിസിപ്പൽ കൗൺസിലർ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റെ ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നു എന്നുള്ളതാണ്. എൻ്റെ അതിർത്തി എന്ന് പറയുന്നത് നമ്മുടെ വാർഡ് വെങ്ങല്ലൂർ, സിഗ്നൽ ജംഗ്ഷന്, പ്ലാവിൻചോട്, പിന്നെ ഷാപ്പുംപടി, കൈതക്കോട്, നാലുവരിപ്പാത, ഇതൊക്കെ അവിടെയൊന്നും ലൈറ്റും ഇല്ല. അപ്പോൾ നമ്മുടെ രാവിലെ നടപ്പുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പള്ളിയിൽ പോകുന്നവർക്ക്, കുട്ടികൾ വൈകുന്നേരം കുട്ടികൾ വീട്ടിലേക്ക് പോകുന്നതും ഇതെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു 100ഓളം ലൈറ്റുകളാണ് ഇപ്പോൾ ഞാൻ ഇടുന്നത്. അത് വാർഡ് 2 സൈഡും നോക്കുന്നുണ്ട്. ഓരോ വാർഡിൻ്റെ 2 സൈഡിലും എല്ലാ സൈഡിലും ലൈറ്റ് ഇട്ട് പോകുന്നുണ്ട്. പിന്നെ LED ബൾബുകളാണ് കിടക്കുന്നത്. LED ലൈറ്റുകൾ നമുക്ക് നന്നാക്കാൻ പറ്റില്ല. അത് ടെൻഡർ കാലാവധി വരുന്ന അതിൻ്റെ കാലാവധി അനുസരിച്ച് 2 മാസത്തോളം താമസം വരും. അതുകൊണ്ട് ഇപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. നഗരസഭയിൽ നിന്നും ടെൻഡർ നടപടി പൂർത്തിയാവാൻ ഇനിയും 2 മാസത്തോളം കാലതാമസം നേരിടുന്ന സാഹചര്യമാണ്. കൗൺസിലർ നിധി മനോജിന്റെ പ്രവർത്തനത്തെ ജനങ്ങൾ അഭിനന്ദിച്ചു. കൗൺസിലർ എല്ലാം കൊണ്ടും നല്ലൊരു അഭിപ്രായം കേട്ടോ. 100 ബൾബ് സ്വന്തം കൈകാശം എടുത്ത് എല്ലാ ബൾബും മാറിയിട്ടു. അതുപോലെ വാർഡിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വന്ന് നോക്കി അവർ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. സ്കൂളിലേക്കാണെങ്കിലും സ്കൂളിലെ വഴിയാണെങ്കിലും അതുപോലെ അംഗൻവാടിയുടെ ആ ഭാഗത്തെല്ലാം ക്ലിയറാക്കി എല്ലാം ക്ലീനായിട്ട് വന്നു. ആ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഗുണമായി. വഴി സ്കൂൾ വഴി വളരെ മോശമായി കിടന്നത് ഇപ്പോൾ എല്ലാം കൊണ്ടും നല്ല വീതിയും ഇതൊക്കെ ആയി. ഒരു കുഴപ്പമില്ല, നല്ല അഭിപ്രായമാണ്.